ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നന്ദനെയാണ്. താൻ വീട് വിട്ടിറങ്ങിയ അന്നത്തെ കാര്യങ്ങളെല്ലാം നന്ദൻ ഓർക്കുകയാണ്. താൻ ഇറങ്ങിയപ്പോൾ അവന്തിക പിന്നാലെ ഓടി വന്നതും പോകരുതെന്ന് പറഞ്ഞതും ഒക്കെ തന്നെ നന്ദൻ ഓർക്കുന്നു. തുടർന്ന് നന്ദൻ വെള്ളം കുടിക്കാനായി ഹാളിലേക്ക് വരുമ്പോൾ സതീഷിന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അതിലെ പേര് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദൻ. അവന്തിക എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. തുടർന്ന് നന്ദൻ കോളെടുത്ത് മാറി നിൽക്കുമ്പോൾ അമ്മാവ എന്ന് പറഞ്ഞ് അവന്തിക സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതും കൂടി കേൾക്കുമ്പോൾ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് നന്ദൻ. പെട്ടെന്ന് തന്നെ സതീഷ് അങ്ങോട്ടേക്ക് വന്ന് ഫോൺ വാങ്ങുമ്പോൾ നന്ദൻ അയാളുടെ കോളറിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, താൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ. ഇത് കേൾക്കുന്ന സതീഷ് നന്ദന്റെ കൈ തട്ടി മാറ്റി പറയുകയാണ്, ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. അവന്തിക എന്ന എൻ്റെ മകളെ രക്ഷിക്കുകയാ ഞാൻ ചെയ്തത്. നീ എന്ത് കരുതി ആ സമയത്ത് അപ്രതീക്ഷിതമായി ഞാൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയതാണെന്നോ? എന്നാലേ അങ്ങനെയല്ല. നീ ആരെന്നും എന്തെന്നുമൊക്കെ അറിഞ്ഞിട്ട് നിന്റെ മുമ്പിലേക്ക് മുൻകൂട്ടി തന്നെയാ ഞാൻ വന്നത്. നീ എന്ത് കരുതി നെല്ലിശ്ശേരിയിലേക്ക് ഓടിച്ചെന്ന് എല്ലാവരെയും സത്യങ്ങൾ അറിയിച്ച് അവന്തികയെ ഇറക്കി വിടാമെന്നോ? എങ്കിലേ നീ ഒരു കാര്യം കൂടി ഓർത്തോ, അവന്തികയുടെ തടവറയിൽ നിന്നും നിനക്ക് ഒരു വിധത്തിലും മോചനം ഉണ്ടാകാനേ പോകുന്നില്ല. തനിക്ക് എത്ര നാള് എന്നെ എങ്ങനെ പൂട്ടിയിടാനാകും? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമെന്ന് നന്ദൻ പറയുന്നു. ഈ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പോകും. എന്നിട്ട് എൻ്റെ അച്ഛനെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ട് തന്നെ കാണാനായി ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നന്ദൻ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ സതീഷ് നന്ദനെ പിടിച്ച് റൂമിൽ അടയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സതീഷ് അവന്തികയെ വിളിക്കുന്നതാണ്. എന്താ അമ്മാവ ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഒന്നും മിണ്ടാതിരുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ സതീഷ് പറയുകയാണ്, മോളെ നേരത്തെ ഞാനല്ല കോൾ എടുത്തത്, നന്ദനാണ്. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അവനിപ്പോ എല്ലാം മനസ്സിലായി. അവസാനം ഞാനും അവനും തമ്മിൽ വാക്തർക്കവും പിടിവലിയും ഒക്കെയായിട്ട് ഞാൻ അവനെ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ മോളെ അവനെ ഇനി അധിക നാൾ ഇവിടെ നിർത്താനാകില്ല. ഇവൻ ബഹളം വെച്ച് നാട്ടുകാരെല്ലാം അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അമ്മാവൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അമ്മാവ, നന്ദൻ എന്ന പേര് പോലും നമ്മൾ ഇനി സംസാരിക്കണ്ട. നേരിട്ട് കാണുമ്പോൾ എല്ലാം പറയാമെന്ന് അവന്തിക പറയുന്നു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. ഒരു സംശയത്തോടെ അവന്തികയെ നോക്കിയിട്ട് അർച്ചന മുറിയിലേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. ഡോക്ടർ സന്ധ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്ന അർച്ചന പെട്ടെന്ന് തന്നെ അലമാരിൽ നിന്നും കുറച്ച് ഫയലുകളും ഒരു ആൽബവും എല്ലാം എടുത്തുകൊണ്ടുവന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്തിക നന്ദന്റെയും സേതുമാധവന്റെയും ഒക്കെ ഫോട്ടോകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചി വരുന്നു. താനെന്താ ഇതൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അലമാര ഒതുക്കിയപ്പോൾ കിട്ടിയതാണെന്നും ഒന്ന് നോക്കാമെന്ന് കരുതി എടുത്തതാണെന്നും അർച്ചന പറയുന്നു. അല്ല സച്ചിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് നന്ദേട്ടനും അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ നന്ദേട്ടൻ ഇവിടെ നിന്ന് പോയത്? എന്ത് കാര്യത്തിനാ അവർ വഴക്കുണ്ടാക്കിയത്? താൻ എന്താ ഇപ്പോൾ അതേക്കുറിച്ച് ചോദിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ചോദിക്കാൻ തോന്നിയതാണെന്ന് അർച്ചന പറയുന്നു. അതിനെക്കുറിച്ച് എനിക്കും വലിയ ധാരണയൊന്നുമില്ല. അന്നേ ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ തിരികെ വന്നപ്പോഴാ നന്ദേട്ടൻ പിണങ്ങിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞത്. അല്ല, ഏട്ടത്തിക്ക് ബന്ധുക്കളാരുമില്ലേ? അല്ല, ഞാനിവിടെ വന്നിട്ട് ആരെയും കണ്ടിട്ടില്ലെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഏട്ടത്തിയുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു. അച്ഛൻ്റെ മരണശേഷം ഏട്ടത്തി അമ്മാവൻ്റെ കൂടെയാ താമസിച്ചിരുന്നത്. അടുത്ത സുഹൃത്തിൻ്റെ മകൾ ഒറ്റപ്പെട്ടു പോകണ്ടെന്ന് കരുതി നന്ദേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതാണ് അച്ഛൻ. ബന്ധുക്കളായിട്ട് ഏട്ടത്തിക്ക് അമ്മാവൻ മാത്രമേ ഉള്ളെന്നാ തോന്നുന്നത്. ഏട്ടത്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും വിവാഹത്തിൻ്റെ അന്നാണ്. ആ അമ്മാവൻ്റെ വീട് സച്ചേട്ടൻ അറിയാമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയത്തില്ലെന്നും വെഞ്ചാറമൂടിലാണെന്നും സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക സതീഷിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. നിന്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നെന്ന് സതീഷ് ചോദിക്കുമ്പോൾ ആദ്യം അർച്ചനയെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നെന്നും ഇപ്പോൾ അവളുടെ അനിയത്തിയും സഹിക്കണമെന്നും അവന്തിക പറയുന്നു. അതെ, നിന്റെ കരുണ കൊണ്ടാ അവിടെ എല്ലാവരും ജീവിച്ചു പോകുന്നത്. എല്ലാത്തിനെയും കൊന്നു തള്ളണമെന്ന് സതീഷ് പറയുന്നു. എത്രയും പെട്ടെന്ന് എല്ലാത്തിനെയും കൊന്നു തള്ളണമെന്നും അത്രമാത്രം നിന്നെ അവരെല്ലാം ചേർന്ന് ദ്രോഹിച്ചിട്ടുണ്ടെന്നും സതീഷ് പറയുന്നു. അത് പോട്ടെ, എവിടെ എൻ്റെ അഭിവന്ദ്യ ഭർത്താവ്? അമ്മാവൻ തട്ടിയോ അതോ ജീവനോടെ ഉണ്ടോ? എന്താണെങ്കിലും നിന്റെ നേർച്ച കോഴിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവിടെ മുറിയിലുണ്ട്. അങ്ങനെ അവന്തിക അകത്തേക്ക് കയറുമ്പോൾ സതീഷ് കതക് പുറത്തു നിന്ന് അടയ്ക്കുന്നു. അവന്തികയെ കണ്ടിട്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് നന്ദൻ. എത്രയോ വട്ടം താൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചതാ. തനിക്കിപ്പോഴും മനസ്സിലായില്ലേ തനിക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരു മോചനമില്ലെന്ന്? ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, നീ എന്നെ കൊല്ലുന്നത് പോയിട്ട് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. വേണ്ടി വന്നാൽ നീ എന്നെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചേക്കും. അതിൻ്റെ അപ്പുറം നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, മതി, എനിക്ക് വേണമെങ്കിൽ നിന്നെ എന്തും ചെയ്യാം ഇവിടെ വെച്ച്. പിന്നെ നിന്നെ ഒന്നും ചെയ്യാത്തത് ആദ്യം നിന്റെ അച്ഛൻ സേതുമാധവനിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് കരുതിയിട്ടാ. ആദ്യം അയാള്, പിന്നെ നീ.
പിന്നെ നിന്റെ സഹോദരങ്ങളും ഒരുമിച്ച് എല്ലാത്തിനെയും കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വേണം അവന്തികയ്ക്ക് സുഖ സൗകര്യങ്ങളോടെ ജീവിക്കാൻ. അവന്തികയെ, നീ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ചേർത്ത് നിനക്കൊരു ദിവസം സമാധാനം പറയേണ്ടി വരും. കാരണം ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. നീ സ്വയം മെനഞ്ഞുണ്ടാക്കിയ കഥകൾ മാത്രം. ഞാനും എൻ്റെ വീട്ടുകാരും നിന്നെ ഒരു തരത്തിൽ നിന്നെയോ നിന്റെ കുടുംബത്തിനെയോ ദ്രോഹിച്ചിട്ടേയില്ല. ഇല്ല, എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ ആരംഭിക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.